ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് ആ സ്ഥാനങ്ങളിരിക്കുക. സ്നേഹസമ്പന്നനായ കർത്താവിൻ്റെ നമ്മോടുള്ള വലിയ വിശ്വസ്തത ഹേതുവാൽ നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ പരിപാവനമായ പാദപീഠത്തെങ്കൽ വിശുദ്ധ സഭായോഗത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ കൃപാലുവായ ദൈവം ഈ ആഴ്ചയുടെ ആദ്യ ദിനത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ നല്ല കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പരസ്പരം ഒന്നിച്ച് കാണുവാനും ദൈവത്തെ ഒന്നിച്ച് മഹത്വപ്പെടുത്തുവാനും ദൈവം നൽകിയ വിലപ്പെട്ട സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വാക്കുകൾ മുഖവരിയിൽ ദീർഘിപ്പിക്കാതെ വളരെ പെട്ടെന്ന് കർത്താവ് നൽകിയ ഈ സങ്കീർത്തനത്തിലെ ഒരു വേദവാക്യത്തിൽ നിന്ന് അല്പമായി സംസാരിപ്പാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. 92 സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം. യഹോവ തന്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണുകെ തന്റെ നീതിയെ വെളിപ്പെടുത്തിയും ഇരിക്കുന്നു. യഹോവ തന്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണുകെ തന്റെ നീതിയെ വെളിപ്പെടുത്തിയും ഇരിക്കുന്നു. ആ വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി സങ്കീർത്തനത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ആരാധനയ്ക്ക് വേണ്ടി ഇത്രയധികം പ്രാവശ്യം ആഹ്വാനം ചെയ്തിരിക്കുന്ന മറ്റൊരു സങ്കീർത്തനം ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആരാധനയ്ക്കായി ഒരു പുതിയ പാട്ട് പാടുവീൻ, ആർപ്പിടുവീൻ, കൊട്ടിഘോഷിച്ച് കീർത്തനം ചെയ്യുവീൻ, ആരാധനയ്ക്കായി കൈകൊട്ടട്ടെ, ഉല്ലസിച്ച് ഘോഷിക്കട്ടെ എന്നിങ്ങനെ ആവർത്തിക്കുന്നു ആഹ്വാനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നതിന് തക്കവണ്ണമുള്ള കാരണങ്ങൾ ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. വെറുതെ അല്പസമയം കിട്ടിയത് കൊണ്ട് ചുമ്മാതെ ദൈവത്തെ സ്തുതിക്കുക, ഹല്ലേലൂയ പറയുക, സ്തോത്രം പറയുക എന്നുള്ളതല്ല. പ്രത്യുത ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന നന്മകൾ അത്രയധികമാണ്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദഭാഗത്ത് യഹോവയെ സ്തുതിപ്പീൻ, ആരാധിപ്പീൻ എന്ന് പറഞ്ഞിടത്തൊക്കെ അതിന് കാരണങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നമുക്ക് ഏറെ കാരണങ്ങളുണ്ട്. വെറുതെ നമ്മൾ അഡ്വാൻസായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയല്ല. ഭൗതികമായ ചില നേട്ടങ്ങൾ നമുക്ക് ലഭിച്ചു എന്നുള്ളതല്ല, അതിലുപരിയായി പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ കാൽവറിയിൽ തന്ന് പുത്രൻ തമ്പുരാൻ നിലവിളിച്ചുവെങ്കിലും, ആ നിലവിളി പിതാവ് കേട്ടുവെങ്കിലും, നമ്മുടെ രക്ഷയ്ക്കായി, ഉദ്ധാരണത്തിനായി, നമുക്ക് പുത്രത്വം തരേണ്ടതിനായി, നമ്മെ ദത്തെടുത്ത് സ്വർഗത്തിൽ ഇരുത്തേണ്ടതിനായി ഏകജാതനെ കാൽവറിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളെ രക്ഷിച്ചു. ഈ 98-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ യഹോവ തൻ്റെ രക്ഷയെ അറിയിച്ചു, ഹല്ലേലൂയ എന്നാണ് ആരംഭിക്കുന്നത്. തൻ്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണുക തൻ്റെ നീതിയെ വെളിപ്പെടുത്തിയും ഇരിക്കുന്നു. യഹോവയായ ദൈവം തൻ്റെ നീതിയെ ജാതികൾ കാണുക വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന നന്മകൾ, സ്തോത്രം, ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന നീതിപൂർവം ദൈവം അവരെ മാനിച്ചിരിക്കുന്നു. അത് യഹോവയായ ദൈവം ജാതികളെ കാണിക്കുന്നു. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്ന നീതിയെ ജാതികൾ ദൈവം കാണിച്ചിരിക്കുന്നു. ഈ പഴയ നിയമത്തിലെ ഭക്തന്മാരെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഇസ്രായേൽ, പിന്നെ ദാനിയേൽ, സഹോദരിമാരുടെ കൂട്ടത്തിൽ രൂത്ത്, എസ്തേർ, മൊർദെഖായി, ഇവരെയൊക്കെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സന്ദർഭത്തിൽ ദൈവം ഇവർക്ക് നൽകിയിരിക്കുന്ന നീതിയാണ് ഇതിൻ്റെ കോണ്ടസ്റ്റ്. അതാണ്
അബ്രഹാമിനെ കുറിച്ച് പഠിക്കുന്നത് അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ നീതി. ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഇസ്രായേലിനോടും അങ്ങനെ തന്നെ, നോഹയോടും മോശയോടും അങ്ങനെ തന്നെ, ദാനിയേലിനോടും അങ്ങനെ തന്നെ, ജോസഫിനോടും അങ്ങനെ തന്നെ. അവർക്കൊക്കെ ദൈവം ഒരുക്കിയ നീതി, ഹല്ലേലൂയ, ജാതികൾ കണ്ടു. നമുക്കറിയാമല്ലോ, ഈ പൊത്തിഫേർ തൻ്റെ ഗ്രഹത്തിൻ്റെ ഗ്രഹവിചാരകനാക്കി ഈ ജോസഫിനെ തീർക്കുക. സകലത്തിൻ്റെ താക്കോൽ അവനെ ഏൽപ്പിച്ചു. എന്താ കാരണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. യഹോവയായ ദൈവം അവനോടുകൂടി ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നുണ്ടെന്ന് അവൻ്റെ യജമാനനായ പൊത്തിഫേർ കണ്ടപ്പോൾ താക്കോൽ അവനെ ഏൽപ്പിച്ചു. അവൻ്റെ ഗ്രഹത്തിൻ്റെ ഗ്രഹവിചാരകനാക്കി യോസേഫിനെ തീർത്തു. യഹോവയായ ദൈവം തന്നോടുകൂടി ഉണ്ടെന്ന് ഈ ജാതീയ വ്യക്തിയായിരിക്കുന്ന ഫറവോൻ്റെ അകമ്പടി നായകനായ ഈ ഉദ്യോഗസ്ഥൻ, സ്തോത്ര പൊത്തിഫേർ, അവനെ ദൈവം ഗ്രഹിപ്പിച്ചു. യഹോവയായ ദൈവം യോസേഫിനോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. ദാര്യാവേശ രാജാവ് ജാതീയ രാജാവായിരുന്നുവെങ്കിലും സിംഹഗുഹയിൽ നിന്ന് ജീവനോടെ ദാനിയേൽ വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ദാനിയേൽ പറഞ്ഞു, ഞാൻ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടി. എൻ്റെ രാജാധിപത്യത്തിലുള്ള സകല പ്രജകളും ഇനി മേലാൽ ദാനിയേലിൻ്റെ ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു സാക്ഷാൽ ദൈവം ദാനിയേലിൻ്റെ ദൈവമാണെന്ന്. ദാര്യാവേശ രാജാവേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? ഉത്തരം, യഹോവയായ ദൈവം ദാനിയേലിനെ വെളിപ്പെടുത്തിയ നീതി ഈ ജാതീയ രാജാവായ ദാര്യാവേശിനെ ദൈവം കാണിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. അതിന് പറ്റിയ ഒരു എക്സാമ്പിൾ തിരുവെഴുത്തിലുണ്ട്. ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 26-ാം വാക്യം. First King chapter 2 verse 26. അബാത്യാർ പുരോഹിതനോട് രാജാവ്, നീ അനോഥോത്തിലെ നിന്റെ ജന്മഭൂമിയിലേക്ക് പോയിക്കൊള്ളുക, നീ മരണയോഗ്യനാവുന്നു. എങ്കിലും നീ എന്റെ അപ്പനായ ദാവീദിന്റെ മുമ്പാകെ കർത്താവായ യഹോവയുടെ പെട്ടകം ചുമന്നതുകൊണ്ടും എന്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളെയും നീ കൂടെ അനുഭവിച്ചതുകൊണ്ടും ഞാൻ ഇന്ന് നിന്നെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശലോമോൻ രാജാവ് 2 കുറ്റവാളികളെ കയ്യോടെ പിടികൂടി. ഒരാളുടെ പേര് അദോനിയാവ്, മറ്റൊരാളുടെ പേര് അബ്യാഥാർ പുരോഹിതൻ. ശലോമോൻ രാജാവ് യഹൂദയുടെ മകനായ ബെനയാമിനെ വിളിച്ച് ഈ അബ്യാഥാർ പുരോഹിതന്റെ കൺമുൻപിൽ ഈ അദോനിയാവിനെ വെട്ടിക്കൊന്നു. പുരോഹിതന്റെ കാൽക്കൽ കൂടെ ഈ പുരോഹിതന്റെ കാൽക്കൽ കൂടെ അദോനിയാവിന്റെ രക്തം ഇങ്ങനെ ഒഴുകുക. അപ്പോൾ ഈ ശലോമോൻ രാജാവ് അബ്യാഥാർ പുരോഹിതനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീയും മരണയോഗ്യനാ, എന്നാൽ ഞാൻ നിന്നെ കൊല്ലുന്നില്ല. കാരണം എൻ്റെ അപ്പൻ നിന്നെക്കുറിച്ചൊരു കഥ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പനോടുകൂടി നീ യഹോവയുടെ പെട്ടകം ചുമന്നവനാ. എൻ്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നീയും കൂടെ അപ്പനോടൊപ്പം അനുഭവിച്ചു എന്ന് അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നീ മരണയോഗ്യനാണേലും ഞാൻ നിന്നെ എന്ത് ചെയ്യുക? കൊല്ലുന്നില്ല, വെറുതെ വിടുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കൂട്ടുകാരൻ മരണപ്പെട്ടു തൻ്റെ കൺമുമ്പിൽ, എന്നാൽ സ്വതന്ത്രനായി തൻ്റെ സ്വന്തം ജന്മദേശമായ അനാഥോത്തിലേക്ക് അബ്യാഥാർ പുരോഹിതൻ സ്വതന്ത്രനായി പോകുന്ന ആ കാഴ്ച ഞാൻ ദൂരെ നിന്ന് നോക്കാറുണ്ട്. സ്തോത്രം പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പോവുക. എന്താ കാരണം? ദൈവത്തിൻ്റെ നീതി ദൈവം വെളിപ്പെടുത്തി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഇങ്ങനെ ദൈവത്തിൻ്റെ നീതി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒട്ടനവധി പഴയ നിയമ ദൈവപുരുഷന്മാരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഇതാ സ്തോത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ നീതി ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
നമുക്കറിയാം, ഈ നവോമിയെ പറഞ്ഞു, 2 മരുമക്കളോടും പറഞ്ഞു, നിങ്ങളുടെ ഭർത്താക്കന്മാർ, എൻ്റെ മക്കൾ 2 പേരും മരിച്ചു, ഇനി എനിക്ക് നിങ്ങൾക്ക് ഭർത്താവായിരിക്കാൻ മക്കളില്ല, ഞാൻ നിസ്സഹായയാണ്. 2 പേരും എന്നെ വിട്ടുപിരിഞ്ഞു, ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ പോയി നിങ്ങൾ പുറപ്പെടുക, നിങ്ങൾക്ക് ഭർത്താക്കന്മാരുണ്ടാകും, എൻ്റെ കൂടെ നിന്നാൽ ഗതി പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഓർപ്പ അത് കേട്ട് അമ്മായിയമ്മയായ നവോമിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് വിട്ടുപോയി. എന്നാൽ രൂത്ത് അമ്മയോട് പറഞ്ഞു, അമ്മ വിട്ടുപിരിയാൻ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാൻ പോകും, അമ്മ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, അമ്മ ആയിരിക്കുന്നിടത്ത് ഞാൻ ആയിരിക്കും. എന്നിട്ട് അതിന് കാരണം പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഇനി മക്കളില്ല, ഞാൻ അമ്മയുടെ കൂടെ വന്നാൽ അനാഥയായി പോകുമെന്നൊക്കെ അമ്മ സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിലും എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം അമ്മയുടെ ദൈവത്തെ എനിക്ക് കാണുവാൻ കഴിച്ചു. അമ്മയുടെ ദൈവം എൻ്റെ ദൈവമാ. ഹല്ലേലൂയ. എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ അമ്മയോടുകൂടി വന്നാൽ മാനുഷികമായ നിലയിൽ ഒന്നും കാണാനില്ല, കൈപ്പേറിയ അനുഭവമാണ്. പക്ഷേ അമ്മയുടെ ദൈവത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അമ്മയുടെ ദൈവത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ദൈവം എൻ്റെ ദൈവമായതുകൊണ്ട് ഓർപ്പ വിട്ടുപിരിഞ്ഞതുപോലെ ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞേച്ച് വിട്ടുപിരിയുന്നില്ല, അമ്മയോട് കൂടെ ഞാൻ വരിക. സ്വർഗത്തിലെ ദൈവം രൂത്തിന് വേണ്ടി നീതി വെളിപ്പെടുത്തി. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമുക്കറിയാം, യഹൂദനായ മൊർദെഖായി, ഹല്ലേലൂയ, മൊർദെഖായിക്ക് വേണ്ടി എസ്തറിന് വേണ്ടി മൊർദെഖായി ഇസ്രായേൽ ജനം ഉപവസിച്ചു. അത് സത്യമാണ്. എന്നാൽ ശ്രദ്ധിക്കണേ, ഈ എസ്തർ രാജസന്നിധിയിൽ ചെല്ലാൻ കാരണം ഹാമാൻ എന്ന് പറയുന്നതായ വ്യക്തി മൊർദെഖായിയെ ഇസ്രായേലിനെ നശിപ്പിക്കുവാനുള്ള പ്ലാനും പദ്ധതിയും തയ്യാറാക്കി കഴുകുമരം വരെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിന് ഒരു വിടുതലിന് വേണ്ടി ജനം ഉപവസിച്ചതൊക്കെ സത്യമാണ്. പക്ഷേ ആ ഉപവാസം ഭരിക്കാനൊരു കാരണമുണ്ട്. ആരും അറിയാതിരുന്ന ഒരു സന്ദർഭത്തിൽ ചില നാളുകൾക്ക് മുൻപ് ഉമ്മരപ്പിടിക്കാവൽക്കാരായ ബെദ്ദേരേസ് തേരേസ് എന്ന 2 പേര് രാജാവിനെ, അഹസ്വേരോസ് രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച വിവരം മൊർദെഖായി രാജാവിന് രഹസ്യത്തിൽ അറിവ് കൊടുത്തു. രാജാവിന് ഡയറിയിൽ അത് എഴുതിയിരുന്നു. രാജാവും മറന്നു, പ്രജകളും മറന്നു, ഭൃത്യന്മാരും മറന്നു. എന്നാൽ ഒരു രാത്രി ദൈവം തമ്പുരാൻ ഈ രാജാവിന് ഉറക്കം കൊടുത്തില്ല. ഉറക്കം കിട്ടാതെ വന്നപ്പോൾ തൻ്റെ ഡയറി എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി രാജാവ്. അപ്പോൾ ഇത്രാം മാസം ഇത്രാം തീയതി ഇന്ന സമയത്ത് ഉമ്മരപ്പിടിക്കാവൽക്കാരായ ബെദ്ദേരേസ് തേരേസ് എന്ന 2 പേരെന്നെ കയ്യേറ്റം ചെയ്ത് വധിക്കാൻ ശ്രമിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് എനിക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അതിന് കാരണക്കാരൻ യഹൂദനായ മൊർദെഖായി ആണെന്ന് രാജാവ് ആ ഡയറിയിൽ എഴുതിയിരുന്നു. രാജാവിന് ശ്രദ്ധയിലത് പെട്ടു. രാജാവ് തീരുമാനിച്ചു, രാജാവ് ഈ വ്യക്തിയെ ബഹുമാനിക്കണമെന്ന്. തൻ്റെ പ്രജകളോട് ചോദിച്ചു, ഞാൻ ഈ യഹൂദനായ മൊർദെഖായിക്ക് ഇതിനു മുമ്പ് വല്ലതും ചെയ്തിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് കരുതിയിരുന്നപ്പോഴാണ് നന്നാ രാവിലെ ഈ ഹാമാൻ മൊർദെഖായിയെ തൂക്കാനുള്ള അനുവാദം മേടിക്കാൻ വേണ്ടി വരുന്നത്. ഹാമാൻ ചോദിക്കുന്നതിന് മുമ്പ് രാജാവ് അങ്ങോട്ട് കയറി ചോദിച്ചു, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷനെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. പെട്ടെന്ന് നമ്മളൊക്കെയാണ് ഇത്രയും പെട്ടെന്ന് ഉത്തരം പറയുകയില്ല. കറക്റ്റ് ഉത്തരം ഹാമാൻ രാജാവിനോട് പറഞ്ഞു. രാജാവേ, രാജാവിൻ്റെ കുതിരപ്പുറത്ത് രാജാവിൻ്റെ വസ്ത്രങ്ങൾ അണിയിച്ച്, രാജാവിൻ്റെ പൊന്മോതിരം ഇണിയിപ്പിച്ച്, രാജാവിന് ശിരസ്ത്രം വെപ്പിച്ച്, രാജാവിന് ചെങ്കോൽ അണിയിച്ച്, രാജാവിനെ പോലെ ഒരുക്കി ഈ തെരുവിലൂടി
രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷനെ ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞ് നടക്കണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാജാവിന് വേണ്ടി എന്നിട്ട് രാജാവ് പറഞ്ഞു, നീ ഹാമാനെ നിനക്കറിയാവോ, യഹൂദനായ മൊർദെഖായിയെ, ആ മൊർദെഖായിക്ക് നീ പറഞ്ഞതുപോലെ ചെയ്യണം, ഒന്നും കുറച്ചേക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാജാവിനെ പോലെ ഹാമാൻ മൊർദെഖായിയെ അണിയിച്ചൊരുക്കി തെരുവിതിലൂടെ കൊണ്ടു നടന്ന് ആ പോക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. രാജാവ് ബഹുമാനിക്കുന്ന പുരുഷനെ അപ്പോൾ ഈ മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ കഴുമരം അവിടെ ശരിക്ക് പോളിഷ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കഴുമരത്തിൽ ഹാമാനെ തന്നെ തൂക്കുവാൻ തക്കവണ്ണം രാജാവ് ഒടുവിൽ കൽപ്പന ഉറപ്പിച്ചു. എങ്ങനെ സംഭവിച്ചത്? ഉത്തരം ഒന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ നീതി അവിടെ വെളിപ്പെട്ടു. ഇങ്ങനെ പറഞ്ഞാൽ ഒട്ടനവധി കാര്യങ്ങൾ പറയണമല്ലോ, സമയം തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ച കുറിവാക്കിയ ഇതാ, ഞാൻ ദാവീദിന് കുറിവാക്കിയ ഇതാണല്ലോ. സ്തോത്രം. നമ്മൾ വായിച്ച രണ്ടാമത്തെ വേദവാക്യം, യഹോവ തന്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണെ തന്റെ നീതിയെ വെളിപ്പെടുത്തി. യഹോവ തന്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണെ തന്റെ നീതിയെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ചെറുവിരൽ അനക്കിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും നിലയിൽ എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ ശത്രുക്കളെ പോലും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന നീതിയെ വെളിപ്പെടുത്തും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നിട്ട് മാത്രമേ കണ്ണടയ്ക്കാൻ ദൈവം നമ്മളെ അനുവദിക്കുകയുള്ളൂ. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം നമ്മെ മാനിക്കും, ആദരിക്കും. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്തയോടും വിശുദ്ധിയോടും ജീവിതയാത്ര തുടരാൻ